ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ബാലൻസ് ഷീറ്റ്. നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? നമുക്ക് സാധാരണയായിട്ട് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്കുള്ള വരവുകളും ചെലവുകളും എല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എഴുതി കഴിഞ്ഞു. ഇനിയും വരവും ചെലവൊന്നും വരാനില്ല, അത് കാര്യങ്ങളൊന്നും ബാലൻസ് ഷീറ്റിലോട്ട് വരുത്തതുമില്ല. ഇനി നമുക്ക് എന്താണ് ബാലൻസ് ഷീറ്റ് വരുന്നത്? ബാലൻസ് ഷീറ്റിൽ വരുന്നത് അടുത്ത വർഷത്തിലേക്ക് എന്തൊക്കെ വരുന്നു. ഈ വർഷത്തെ വരവും ചെലവും കാര്യങ്ങളൊന്നുമല്ല, അടുത്ത വർഷത്തിലേക്ക് എന്തൊക്കെ, ഈ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ടുള്ളത്, അതാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പരിചയമുള്ളത് തന്നെയാണ്. ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഇതിന് മേളിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2020 or 21 അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ എഴുതും. മറ്റൊരു കാര്യം, ഇതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്തുള്ള ഐറ്റംസ്. ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? നമ്മൾ ലിക്വിഡിറ്റി ഓർഡർ ആണ്. ലിക്വിഡിറ്റി ഓർഡർ നമ്മൾ നോക്കിയാൽ മതി, കുഴപ്പമില്ല. ലിക്വിഡിറ്റി ഓർഡർ മാത്രം പഠിക്കുക. അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡ് നോക്കുമ്പോൾ ലിക്വിഡിറ്റി ഓർഡർ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത്, എത്രയും പെട്ടെന്ന് പണത്തിൻ്റെ ഇതിലേക്ക് മാറുന്നത്, അതാണ് ലിക്വിഡിറ്റി ഓർഡർ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ്. ആദ്യത്തെ സാധനം ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആദ്യത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം വരുന്നത് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള തുക, ബാങ്കിലുള്ള പൈസ. പിന്നീട് മൂന്നാമതായിട്ട് വരുന്നത് ബിൽസ് റിസീവബിൾ. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അനുസരിച്ച് ബിൽസ് വാങ്ങി അത് കൈമാറ്റി പണമാക്കി മാറ്റാൻ പറ്റുന്ന, ബിൽസ് കൊടുത്ത് പണമാക്കി മാറ്റാൻ പറ്റുന്ന ബിൽസുകൾ. അടുത്തതായിട്ടുള്ളത് സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ കടം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാർ, ഡെപ്റ്റേഴ്സ്. ഇതാണ്, ഈ ഒരു ഓർഡറിലാണ് അടുത്ത് വരുന്നത്. ഇത്രയാണ് എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓർഡർ, എത്രയും പെട്ടെന്ന് ക്യാഷ് കിട്ടുന്നു. പിന്നീടുള്ള കാര്യം ഫിക്സഡ് അസറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വാങ്ങുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള തുകകൾ തിരിച്ചെടുക്കുന്ന കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റുകൾ തിരിച്ചെടുക്കുക. അടുത്തതായിട്ട് വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ ബാക്കിയുള്ള സ്റ്റോക്ക് കാര്യങ്ങൾ അത് വിറ്റ് പൈസയാക്കുക, അതാണ് അടുത്ത വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നീട് വരുന്ന ഒരു അസറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ മുന്നേ കൊടുത്ത തുക, അതെങ്ങനെയാണ് നമ്മുടെ ഒരു അസറ്റ് ആവുന്നത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആ തുക അല്ലെങ്കിൽ ആ ഒരു ചെലവ്, അടുത്ത വർഷത്തെ ചെലവ് നമ്മൾ ഈ വർഷമേ കൊടുത്തു വെച്ചു. അപ്പോൾ അടുത്ത വർഷം ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കതൊരു നേട്ടമായിട്ട്, അതൊരു അസറ്റായിട്ട് പിരിവിരിക്കുകയാണ്. അതൊരു വർഷത്തേക്കുള്ളൂ. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റുകളാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്. ലാൻഡ് വിറ്റ് ബിൽഡിങ് കൊടുത്തുമൊക്കെ അല്ലെങ്കിൽ അത് ലീസിന് കൊടുത്തുമൊക്കെ പൈസ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ് അടുത്തൊരു ഐറ്റമാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ വരുന്ന അടുത്ത കാര്യങ്ങളാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ മെഷീനറീസ്, ഫർണിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് കാര്യങ്ങളാണ് പിന്നീട് വരുന്നത്. കണ്ടോ, ഫിക്സഡ് അസറ്റ് ആണ്. നമ്മൾ ആദ്യം വന്നേക്കുന്ന 4 ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്നത്, ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് പണമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതുള്ളത്. പിന്നെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാവാം, അല്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിച്ച തുകയൊക്കെ ആവാം, അങ്ങനെയുള്ള തുക, അതാണ് ഇൻവെസ്റ്റ്മെന്റുകൾ. പിന്നീട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നമ്മൾ വിറ്റെടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ്,
അതൊരു 3 മാസത്തിന് മേളിൽ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് അടുത്ത വർഷത്തേക്കുള്ളതാണ്. അത് ആ വർഷത്തിൽ എവിടെയെങ്കിലും വരുന്നതാണ്. പിന്നീട് വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. ഇങ്ങനെയുള്ള സാധനം ഫിക്സഡ് അസറ്റുകളാണ്. ഫിക്സഡ് അസറ്റുകൾ പണമാക്കി മാറ്റാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ അടുത്ത വരുന്ന പേറ്റന്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പേറ്റന്റ്, കോപ്പി റൈറ്റ്, ഗുഡ് വില്ല്, ട്രേഡ് മാർക്ക് കഴിഞ്ഞിട്ടാണ് ഗുഡ് വില്ല് കേട്ടോ. ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. ഇത്രയായിരിക്കും ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. ഇൻടാഞ്ചിബിൾ അസറ്റുകൾ ഏറ്റവും അവസാനം നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ലിക്വിഡേഷൻ നടക്കുക എന്ന് വെച്ചാൽ കമ്പനിയുടെ ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഏറ്റവും അവസാനം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വിറ്റ് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ ആണ്. ഇതെല്ലാം ടാഞ്ചിബിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് അസറ്റുകൾ. ഈ ഒരു ഓർഡറിലാണ് ലിക്വിഡിറ്റി ഓർഡറിൽ വരുന്നത്. നമ്മുടെ ലിക്വിഡേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റുന്നതും മാറ്റിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള രീതികൾ വന്നത് അതുപോലൊക്കെയാണ് വന്നേക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ്, റിസീവബിൾസ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്. ഈ 4 അവസാനത്തെ ഇൻടാഞ്ചിബിൾ അസറ്റുകളും ബാക്കിയുള്ള ടാഞ്ചിബിൾ അസറ്റുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത് അസറ്റുകൾ വന്നേക്കുന്നത്. പിന്നീട് ലയബിലിറ്റികൾ വന്നേക്കുന്നത്. ലയബിലിറ്റികളും അതുപോലെ തന്നെയാണ് ലയബിലിറ്റികളും വരുന്നത്. ഇത്രയും പെട്ടെന്ന് കൊടുക്കുന്ന രീതിയിൽ തന്നെ ബാങ്ക് ലോൺ, ബാങ്കിൽ നിന്നെടുക്കുന്ന ലോൺ അത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ നിന്നെടുത്ത ഓവർ ഡ്രാഫ്റ്റ് അതും ബാങ്ക് ലോണിൻ്റെ സമാന രീതിയിലുള്ള സാധനമാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. പിന്നീട് വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട സാധനങ്ങൾ ഈ വർഷവും കൊടുത്തിട്ടില്ലാത്തുള്ള കാര്യങ്ങൾ, അത് പെട്ടെന്ന് കൊടുക്കേണ്ട സാധനങ്ങളാണ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ ലയബിലിറ്റി വരുന്നത്. പിന്നെ അടുത്ത കാര്യം നമ്മൾ പിന്നെ പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ബിസിനസ് കടം മേടിച്ചിട്ടുള്ള ബിസിനസ് ആരുടെങ്കിലും നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർ സൺട്രി ക്രെഡിറ്റേഴ്സ്. പിന്നീട് വരുന്നതാണ് ബിൽസ് പേയബിൾ. നമ്മൾക്ക് ബില്ല് കിട്ടിയതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ബില്ലുകൾ നമുക്ക് പണം കൊടുക്കേണ്ടതുണ്ട്. ആ ബില്ലുകൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഇത്രയാണ് ലയബിലിറ്റി. പിന്നീട് ഒരു ലയബിലിറ്റി ഉള്ളത് ക്യാപിറ്റലാണ്. അത് മാറ്റി നമുക്ക് എഴുതാം ക്യാപിറ്റൽ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ച് നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്, പക്ഷെ അത് ശരിക്കും എന്താ ഒരു അസറ്റ് തന്നെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്നുള്ളത് ബിസിനസ്സിന് വന്നിരുന്ന അസറ്റാണ്, പക്ഷേ ആ അസറ്റ് ആ ഒരു തുക ബിസിനസ്സിൻ്റെ ഓണറിന് തിരിച്ചു കൊടുക്കേണ്ട തുകയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്. ക്യാപിറ്റലിനകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ വരും. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാപിറ്റലിൻ്റെ കൂടെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കൂട്ടുന്നത്. നമ്മൾ അവിടെ വെച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് കൂട്ടുന്നത് ക്യാപിറ്റലിലൂടെയാണ്. നെറ്റ് ലോസ് ആണെങ്കിൽ അത് ഇതിനകത്ത് കുറയ്ക്കുകയും ചെയ്യും. പിന്നീട് ഈ ക്യാപിറ്റലിന് വരുന്ന ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ എവിടെയെങ്കിലും നിക്ഷേപിച്ചേക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് ഇതിൻ്റെ കൂടെ കൂട്ടും. ക്യാപിറ്റലിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂട്ടും. അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിന് ഒരു തുക അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ശതമാനം വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ശതമാനം വെച്ച് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് ക്യാപിറ്റലിനോട് കൂട്ടും. പിന്നീട് ഇതിനകത്ത് കുറയ്ക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് കുറയ്ക്കുന്നത് ഇത്ര ഇതിനകത്ത് കൂട്ടി ബാക്കി അതിനകത്ത് വരുന്ന ഒരു തുകയുണ്ട്. ആ തുകയിൽ നിന്ന് കുറയ്ക്കുന്നത് ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ ഈ ഓണർ ക്യാപിറ്റലിൽ നിന്നും പിൻവലിച്ച തുക, പേഴ്സണൽ യൂസിന് വേണ്ടി സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഈ ഓണർ ബിസിനസ്സിൽ നിന്നും പിൻവലിച്ച തുക, അതാണ് ക്യാപിറ്റലിൽ നിന്ന് കുറയുന്ന ഡ്രോയിങ്സ്.
പിന്നീട് ഇതിനകത്ത് പിന്നെയും കുറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ഇത്രയും ഇതിനകത്ത് കുറച്ചിട്ട് ബാക്കി വരുന്നതാണ് ക്യാപിറ്റലായിട്ട് ഇടുന്നത്. ക്യാപിറ്റലിനോട് നെറ്റ് പ്രോഫിറ്റും ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റും കൂട്ടും, അതിനോട് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കുറയ്ക്കും. ഇത്രയാണ് അവിടെ ചെയ്തത്. ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ്. ഇങ്ങനെ വരും. അത് ലിക്വിഡിറ്റി ഓർഡറിൽ ഇങ്ങനെ വരും. ലിക്വിഡിറ്റി ഓർഡറിൽ പെർമനൻസ് ഓർഡർ ആണെങ്കിൽ, പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആദ്യം വരുന്ന രീതിയിലാണെങ്കിൽ ഇത് നേരെ തിരിച്ചു വരും. താഴെ എഴുതിയിരിക്കുന്നത് മേളിൽ എഴുതിയിരിക്കുന്നത് താഴെ. ഈ ഒരു ഓർഡർ തന്നെ തിരിച്ചു വരും. ആദ്യം ഗുഡ് വില്ല്, പിന്നെ ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, പേറ്റന്റ്, പിന്നീട് ഫർണിച്ചർ, പ്ലാന്റ്സ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഈ ഒരു ഓർഡറിൽ അസറ്റ് വരും. ക്യാപിറ്റലിനോട് ഇത്ര ഐറ്റംസിനോട് ക്യാപിറ്റൽ, പിന്നീട് ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ. ഈ ഓർഡറിലായിരിക്കും പെർമനൻസ് ഓർഡർ വരുന്നത്, തിരിച്ചു വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ വരുന്നത്. ഓക്കെ. പിന്നീട് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാം. ഒരു ഫൈനൽ അക്കൗണ്ട് വരെ ഉള്ളത് നമ്മൾ ഇത് തന്നെ ജസ്റ്റ് എടുത്തെഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെഴുതുക. ട്രയൽ ബാലൻസിനകത്ത് നമുക്ക് തന്നേക്കുന്നതനുസരിച്ച് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൽ ഇതിലെടുത്തെഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതോടുകൂടി അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു കാര്യമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഈ വർഷത്തെ ഫോക്കസ് ഏരിയ അനുസരിച്ച് 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പഠിക്കാനുള്ളത്. 1 2 3 4 5 6 6 അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. 5 അല്ല 6 ഓക്കെ 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫോക്കസ് ഏരിയ അനുസരിച്ച് ഫോക്കസ് ഏരിയ നോക്കിയപ്പോൾ 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ് ഇങ്ങനെ വരച്ചിട്ട് ട്രയൽ ബാലൻസിനകത്ത് എഴുതാതെ അതിന് താഴെ വരുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു വരുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അത് രണ്ടിടത്ത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു അക്കൗണ്ടിലല്ല, 2 അക്കൗണ്ടിൽ അത് വരുന്നുണ്ട്. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. അങ്ങനെ രണ്ടിടത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കാര്യമാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റുകളിനകത്ത് ഈ വർഷത്തെ അനുസരിച്ച് പഠിക്കാനുള്ളത് 6 അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ 13 അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിക്കാനുണ്ടായുള്ളൂ. ഈ വർഷത്തെ ഫോക്കസ് ഏരിയ അനുസരിച്ച് 6 മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ടുള്ളതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് നമ്മൾ രണ്ടിടത്ത് നമ്മൾ കണ്ടു. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും കണ്ടു, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കണ്ടു. അത് തന്നെയാണ് എഴുതുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, ക്രെഡിറ്റ്, ബാലൻസ് ഷീറ്റ്, അസറ്റ്. ഈ രണ്ടിടത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ഒന്നാമതായിട്ട് കാര്യമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എടുത്ത് അങ്ങോട്ട് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. രണ്ടാമതായിട്ട് വരുന്ന സാധനം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഒരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, എന്ന് വെച്ചാൽ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു, ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതോട് കൂട്ടണം. നമ്മുടെ ചെലവിൻ്റെ കൂടെ അത് കൂട്ടണം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ടു ദാറ്റ് എക്സ്പെൻസ്. എന്ന് വെച്ചാൽ ഏത് എക്സ്പെൻസ് ആണോ ഉള്ളത് ആ എക്സ്പെൻസിൻ്റെ കൂടെ കൂടണം. ആഡ് ടു ദ എക്സ്പെൻസ് ഇൻ
ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ എക്സ്പെൻസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൂടണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൂടണം. പിന്നീട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ഇപ്പോൾ വരച്ച ബാലൻസ് ഷീറ്റ് നമ്മൾ കണ്ടിരുന്നു. അതേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതാം. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആണ്, കാരണം വെച്ചാൽ ഇതുവരെയും കൊടുത്തിട്ടില്ല, നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു, ഇതുവരെയും കൊടുത്തിട്ടില്ല. അത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലും വരും. ഇതാണ് രണ്ടാമത്തത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻ ദാറ്റ് ടു എക്സ്പെൻസസ്. ആ എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ കൂട്ടണം. പിന്നീട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുകയാണ്. പിന്നീടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് വെച്ചാൽ ഇൻകം ഗ്രാൻഡഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടും, ആ ഒരു രീതിയിലുള്ള സാധനമാണ് അക്രൂഡ് ഇൻകം. എന്നുവെച്ചാൽ ബില്ല് പാസ്സായി, തുക കയ്യിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ചെക്ക് കയ്യിൽ വന്നു, തുക അല്ലെങ്കിൽ ചെക്ക് വരുന്നുണ്ട്, കൈ കിട്ടിയിട്ടില്ല. ആ ഒരു അവസ്ഥയാണ് അക്രൂഡ് ഇൻകം. കിട്ടും, അത് റെഡി ആയിട്ടുണ്ട്, കിട്ടും, ആ ഒരു രീതിയിലുള്ള സാധനമാണ് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ആഡ് അക്രൂഡ് ഇൻകം ടു ദാറ്റ് ഇൻകം. ആ ഇൻകം എവിടെ ഉള്ളതാണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകംസ് വരുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതൊന്നും വരുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അത് വരുന്നത്, കമ്മീഷന്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അക്രൂഡ് ആണ് പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളത് വരുന്നത്. ആഡ് അക്രൂഡ് ടു ദാറ്റ് ഇൻകം ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മെയിൻലി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ പറയാം, കുഴപ്പമില്ല. പിന്നീട് അത് വരുന്നത് അക്രൂഡ് ഇൻകം ആണ്, കിട്ടിയിട്ടില്ല, കിട്ടും, അത് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് വരുന്നതാണ്. ഈ വർഷം നമുക്ക് ഇത്രയും കിട്ടിയിട്ടില്ല പക്ഷെ വരും. അപ്പോൾ അത് ബാലൻസ് ഷീറ്റ് അസറ്റ്. ബാലൻസ് ഷീറ്റ് അസറ്റ് ആയിട്ട് വരും. ഇത് രണ്ടും ഒരേ രീതി വരുന്നതാണ്. ആഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റ് വരിക. എക്സ്പെൻസ് ആണെങ്കിൽ അത് ലയബിലിറ്റി വരിക, ഇൻകം ആണെങ്കിൽ അത് അസറ്റ് വരിക. ആ ഒരു വ്യത്യാസം മാത്രമേ അതിനകത്ത്. പിന്നീട് നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അഞ്ചാമത് വരുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത് രണ്ടുമാണ് അടുത്ത വരുന്ന രണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, കുറയ്ക്കണം, ലെസ് ചെയ്യണം. ലെസ് പ്രീപെയ്ഡ് ടു ദാറ്റ് എക്സ്പെൻസ്. ആ എക്സ്പെൻസിൻ്റെ കൂടെ കുറയ്ക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ട്രേഡിംഗ് അക്കൗണ്ടിലാണെന്ന് വെച്ചാൽ ആ എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ അതിനകത്ത് കുറയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്താണ്, ഈ അടുത്ത വർഷം സാധനം ഇപ്പോഴേ കൊടുത്തു, ആ എക്സ്പെൻസ് നേരത്തെ കൊടുത്തു. ലെസ് പ്രീപെയ്ഡ്. പിന്നീട് എന്താണ് വരുന്നത്? അതൊരു അസറ്റാണ്, അതൊരു അസറ്റായിട്ട് വരും. അപ്പോൾ അത് ആൻഡ് ബാലൻസ് ഷീറ്റ് അസറ്റ്. ബാലൻസ് ഷീറ്റ് അസറ്റാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കണ്ടോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നത്. അത് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി വന്നെങ്കിൽ ഇത് ബാലൻസ് ഷീറ്റ് അസറ്റ് വരും. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടി, അത് ഈ അക്രൂഡ് ഇൻകത്തിന് നേരെ ഓപ്പോസിറ്റ്. ലെസ് അഡ്വാൻസ് ആയിട്ടുള്ളത് കുറയ്ക്കുക ടു ദാറ്റ് ഇൻകം. ആ ഇൻകത്തിൽ നമ്മൾ കുറയ്ക്കുക. ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഇൻകത്തിൽ നമ്മൾ കുറയ്ക്കുക. ഇൻട്രസ്റ്റ് നമുക്ക് നേരത്തെ കിട്ടി, അല്ലെങ്കിൽ കമ്മീഷൻ നമുക്ക് നേരത്തെ കിട്ടി, അഡ്വാൻസ് ആയിട്ട് കിട്ടി, ആ ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് കുറയ്ക്കണം. പിന്നീട് വരുന്ന എവിടെയാണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അക്രൂഡ് ഇൻകത്തിന് നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് അസറ്റ് ആണ് വന്നിരിക്കുന്നത്, ഇത് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി. ഇത്രയാണ് നമുക്ക് ഉള്ള അഡ്ജസ്റ്റ്മെന്റ്. ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, ഡിപ്രീസിയേഷൻ. ഒരു ചാപ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നതാണ്, പ്രേഷം ആ ചാപ്റ്റർ ഇല്ല എങ്കിലും ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് അടുത്ത് നോക്കാൻ പറ്റും. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം.
ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് എഴുതുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റിലും ബാലൻസ് ഷീറ്റിലും അസറ്റിലും. പിന്നീട് എഴുതുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് ടു ദാറ്റ് എക്സ്പെൻസ്. ആ എക്സ്പെൻസിന്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡ് ആയിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്യുക. ഇൻ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രൊഫഷണൽ സെക്ടറിലോ എവിടെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. പിന്നീട് അത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി ആയിട്ട് വരിക. നമ്മൾ ഇതുവരെയും കൊടുത്തു തീർക്കാത്ത നമ്മുടെ ഒരു ബാധ്യതയാണ്, അതുകൊണ്ട് തന്നെ അതൊരു ലയബിലിറ്റി ആയിട്ട് എഴുതുക. പിന്നീടുള്ളത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം, ഇൻകം കിട്ടും, ഇതുവരെയും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സാധനമാണ് അക്രൂഡ് ഇൻകം. അത് ആഡ് ടു ദാറ്റ് ഇൻകം. ആ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടുകയും ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് എഴുതുകയും വേണം. അടുത്ത വർഷം നമുക്ക് കിട്ടാം. പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെൻസ് നേരത്തെ കൊടുക്കുക, അത് നമുക്ക് നല്ലൊരു അസറ്റാണ്. കാരണം എന്ന് വെച്ചാൽ അടുത്ത വർഷത്തെ ചിലവുകൾ നമ്മൾ ഈ വർഷമേ കൊടുത്തു. ഈ വർഷമേ കൊടുക്കുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ഇൻ ദാറ്റ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന് നേരെ ഓപ്പോസിറ്റ്. ആ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ കുറയ്ക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് എഴുതിയാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്രൂഡ് ഇൻകത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ അവിടെ കൂട്ടുകയാണെങ്കിൽ ഇവിടെ കുറയ്ക്കണം, അഡ്വാൻസ് ആയിട്ട് എഴുതിയത് കുറയ്ക്കണം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് എഴുതുകയും വേണം. ഇത്രയാണ് ഇതിനകത്തുള്ള 5 അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ആറാമതായിട്ട് ഒരെണ്ണം ഈ വർഷത്തെ ഉള്ളത്. ഈ വർഷം 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് മെയിൻലി പറയുന്നത്. 6 അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയുന്നു. അതിനകത്ത് ലാസ്റ്റത്തെയാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതാണ്. എന്ന് വെച്ചാൽ ഓരോ വർഷവും നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ഒരു ഇപ്പോൾ നമ്മുടെ ഫോൺ മേടിക്കുകയാണെങ്കിലും, ഫോൺ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്, അങ്ങനെ കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഇത്ര രൂപ കുറയും. 10,000 രൂപയ്ക്ക് മേടിച്ച ഫോണാണെങ്കിൽ ഒരു 2,000 രൂപയെങ്കിലും, ഒരു 1,000 2,000 രൂപയെങ്കിലും അടുത്തൊരു വർഷം കൊടുക്കുമ്പോൾ കുറയും, മിനിമം കുറഞ്ഞിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ കാരണമാണ് അത് ഡിപ്രീസിയേറ്റ് ആയി, നമ്മുടെ അതിൻ്റെ ഒരു മൂല്യം കുറയും. മൂല്യമല്ല, അതിൻ്റെ ഒരു തേയ്മാനം സംഭവിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് കൊണ്ടോ അല്ലെങ്കിൽ എടുക്കാതിരുന്നുകൊണ്ടോ അങ്ങനെ പല രീതിയിലും അതിൻ്റെ ഒരു മൂല്യം കുറയും, അതിൻ്റെ വില കുറയും. അതിൻ്റെ വിലയിലുണ്ടാകുന്ന ഒരു ഇടിവാണ് ഡിപ്രീസിയേഷൻ, മൂല്യച്യുതി എന്നൊക്കെ പറയാം. ഡിപ്രീസിയേഷൻ നമുക്കൊരു പെർസെൻറ്റേജ് തരത്തേ ഉള്ളൂ. 10% ഓഫ് ഫർണിച്ചർ അല്ലെങ്കിൽ മെഷീനറി, അല്ലെങ്കിൽ 20%, 15% അങ്ങനെയൊക്കെ തരികയാണ് ചെയ്യുന്നത്. ഈ 15% അല്ലെങ്കിൽ 10% നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കണം. ഫർണിച്ചറിൻ്റെ അകത്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് എവിടെയൊക്കെയാണ് ഡിപ്രീസിയേഷൻ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. നമുക്കതൊരു ചെലവ് പോലെ തന്നെ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതൊരു ലോസ് ആണ്, നമുക്കൊരു നഷ്ടമാണ്. നമ്മുടെ ഫർണിച്ചർ അല്ലെങ്കിൽ മെഷീനറിയുടെ മൂല്യം അത്രയും കുറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡെബിറ്റ് ചെയ്യണം. അത് നമ്മുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് എന്ന രീതിയിൽ തന്നെ ഡെബിറ്റ് ചെയ്യണം. പിന്നീട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാത്തിനകത്തും കണ്ടെത്താൻ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ അത് മോഡ് കൊണ്ട് എഴുതി വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ ഡിപ്രീസിയേഷൻ നേരെ തിരിച്ചാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുന്നു, പിന്നീട് ബാലൻസ് ഷീറ്റിലെ അസറ്റിനകത്ത് ഇതിലേത് നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ, ഫർണിച്ചറിൻ്റെ ആണെങ്കിൽ ഫർണിച്ചർ, മെഷീനറി ആണെങ്കിൽ മെഷീനറി, ബിൽഡിങ്ങിൻ്റെ ആണെങ്കിൽ ബിൽഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് നമ്മൾ അവിടെ കുറയ്ക്കുന്നു. നമ്മുടെ ആ അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നു. ലെസ് ഫ്രം ദി അസറ്റ്, ആ അസറ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. ഈ 6 എണ്ണമാണ് ഈ പ്രാവശ്യമുള്ള 2021 സെപ്റ്റംബറിൽ എക്സാം എഴുതുന്ന +1 വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മുടെ ഇതിനകത്ത് വേണ്ടത്. ഈ ഒരു 6 എണ്ണം വെച്ചും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും 6 അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചും ക്വസ്റ്റ്യൻ വരാം. സാധാരണയായിട്ട് ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിലും അതെല്ലാം ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇത്രയും കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ 6 എണ്ണവും അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് ബാലൻസ് ഷീറ്റിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ട്രയൽ ബാലൻസ് വന്നിട്ട് ഈ 6 എണ്ണവും നിങ്ങൾക്ക് വരാം. 6 എണ്ണം വെച്ചും 6 എണ്ണം അല്ലെങ്കിൽ ഇതിനകത്തൊരു 3 എണ്ണമെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായാലും ഉണ്ട്, ഡിപ്രീസിയേഷൻ എന്തായാലും ഉണ്ട്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും
പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഉള്ളൂ. ഇതിനകത്ത് 2 എണ്ണത്തിൽ ഒരു 4 എണ്ണമെങ്കിലും മിനിമം വരാം. ക്ലോസിംഗ് സ്റ്റോക്കും ഡിപ്രീസിയേഷൻ ഉറപ്പായിട്ടുമുള്ളതാണ്. പിന്നീടുള്ളത് ഇതിനകത്ത് നിന്ന് 2 എണ്ണമെങ്കിലും മിനിമം വരാം. മിനിമം 2 എണ്ണമെങ്കിലും വരാം. മൊത്തം ചോദിക്കുകയാണ് സാധാരണ ചെയ്യേണ്ട കാര്യം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, 2018 തോന്നുന്നു. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലും ഈ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ചേർത്ത് ചോദിച്ച ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഫൈനൽ അക്കൗണ്ടിൽ സോൾ പ്രൊപ്പറേറ്ററിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അഡീഷണൽ ഇൻഫർമേഷൻ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഒരു മെത്തേഡിലാണ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം എഴുതി വെക്കുകയോ ഓർത്ത് വെക്കുകയോ ചെയ്തിരുന്നാൽ നിങ്ങളിത് പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതാൻ പറ്റും. ക്ലോസിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, outstanding expenses are outstanding to the expense in the trading account or profit and loss account, and write it on the liability side of the balance sheet. Accrued income add to that income in profit and loss account and write in liability side of the balance sheet. Asset side of the balance sheet. Prepaid expense less prepaid to the expense on the trading account or profit and loss account and write it on the balance sheet asset side. Next, income received in advance less advance income in that income in profit and loss account and write it on balance sheet liability. Depreciation write it on profit and loss account debit side and less to that asset in balance sheet. ബാലൻസ് ഷീറ്റിലെ അസറ്റിനോട് കുറയ്ക്കുക. ഇത്രയാണ് നമുക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ബൈ.